ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഉമ്മച്ചീസ് കിച്ചൺ. നമ്മുടെ ഉമ്മച്ചീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്കിന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഇന്നൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പെട്ടെന്നൊരു സാമ്പാറാണ്, ഒരു തട്ടിക്കൂട്ട് സാമ്പാർ എന്ന് പറയാം. വലിയ കഷ്ണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമുക്ക്. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഒരു സാമ്പാർ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പം അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലും നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം, കാണാം. അപ്പൊ നമ്മുടെ ഒരു തട്ടിക്കൂട്ട് സാമ്പാറിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ കഷ്ണങ്ങളൊക്കെയാണ് കാണുന്നത്. കഷ്ണങ്ങൾ എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല കേട്ടോ. നമ്മളിവിടെ ഉരുളക്കിഴങ്ങ് വലുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് പറിച്ചാണ് ചെറിയ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ കുറച്ച് പച്ചക്കറി നട്ടിട്ടുണ്ട്. അതിൽ നിന്നുള്ള വഴുതനയും തക്കാളി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ വെണ്ടയ്ക്കൊന്നും ഇല്ല കേട്ടോ. അപ്പൊ വെണ്ടയ്ക്ക് നമുക്ക് ഉണ്ടായിരുന്നില്ല എടുക്കാനായിട്ട്. അപ്പോൾ വേറെ വെണ്ട നമ്മുടെ കയ്യിലും ഉണ്ടായിരുന്നില്ല. അപ്പൊ വഴുതനങ്ങ ഇടുന്നതുകൊണ്ട് കുറച്ച് കൊഴുപ്പൊക്കെ നമുക്ക് സാമ്പാറിന് കിട്ടും. പിന്നെ ഒരു തക്കാളി, നമ്മളൊരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളിയാണ്. ഒരു 4 ചെറിയ വഴുതനങ്ങയായിരുന്നു. പിന്നെ ഒരു 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ പരിപ്പ്, നമ്മൾ സാധാരണ പരിപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേറെ ആവശ്യമുള്ളത് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ഉള്ളി, പിന്നെ കറിവേപ്പില, പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി. ഇത്രയുമാണ് നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. പിന്നെ നമ്മൾ ഇതിനകത്ത് നിങ്ങൾക്ക് നമ്മളിവിടെ പെട്ടെന്നുള്ളൊരു റെസിപ്പി ആയതുകൊണ്ട് നമ്മൾ സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത്. അത് നമ്മൾ അപ്പം ഇടും. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇടുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഉലുവ ഒന്ന് നമ്മൾ വറുത്തിടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ നമ്മൾ സാമ്പാർ വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പരിപ്പ് വേവിച്ചെടുക്കണം. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച പരിപ്പ് നമ്മൾ ഇവിടെ പ്രഷർ കുക്കറിൽ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ പ്രഷർ കുക്കർ യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ അതിന്റെ ഒപ്പം നേരത്തെ എടുത്തു വെച്ചിരുന്ന നമ്മൾ വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതുകൂടെ ചേർത്തിട്ടാട്ടോ നമ്മൾ ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ പരിപ്പൊന്ന് ഗ്യാസിലിട്ട് നമുക്ക് പെട്ടെന്നൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്നും വേറൊരു മൺപാത്രം എടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സമയം നമുക്ക് ലാഭിക്കാനും പറ്റും. ആ പരിപ്പ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ നമ്മളൊരു മൺകലത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇവിടെ വേവിക്കായിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഏകദേശം വെന്തിട്ടുണ്ട്, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വഴുതനങ്ങയും തക്കാളിയും ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തിട്ട് നമ്മളൊന്ന് കുറച്ച് മല്ലിപ്പൊടി മസാല ചേർത്തിടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് നിങ്ങൾ പ്രഷർ കുക്കറിൽ വേണമെങ്കിൽ വേവിക്കാം. ഒന്ന് ഉടഞ്ഞു പോകാത്ത രീതിയിൽ പെട്ടെന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവും കേട്ടോ. ഇവിടെ വഴുതനങ്ങയും തക്കാളിയും ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ വേറൊരു മൺപാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്, ഒരു ചീനച്ചട്ടി. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വേറെ ഒന്നും നമ്മൾ ചേർക്കണില്ല. ഇപ്പോൾ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വഴുതനങ്ങയും തക്കാളിയും ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വഴുതനങ്ങയും തക്കാളിയും ഇട്ട് കൊടുക്കാം കേട്ടോ. രണ്ടുകൂടെ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് നല്ലപോലെ നമുക്ക് എന്ത് ചെയ്യാം, വഴറ്റി ഒന്ന് എടുക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു പാകത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, വഴുതനയും തക്കാളിയും ഒന്ന് വഴറ്റിയെടുക്കുക. കൂടുതൽ വഴഞ്ഞ് പോകണ്ട, നമ്മൾ സാമ്പാറിനായതുകൊണ്ട് കൂടുതൽ വഴറ്റിയെടുക്കണ്ട. ഈ ഒരു പാകം മതി. ഇതിലേക്ക് നമ്മൾ ഒന്ന് മസാല കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി. ഒന്ന് നമുക്കൊരു ടേസ്റ്റ് സാമ്പാറിന് കൂടുന്നതിന് വേണ്ടിയായിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ആ സാമ്പാർ കഷ്ണത്തിൽ ഇട്ട് കൊടുത്താലും മതിയായിരുന്നു. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടെ കൂട്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മളത് ഈ ഒരു പാകത്തിന് മസാലയൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒന്ന് എടുത്തോളൂ കേട്ടോ. നമ്മൾ നേരത്തെ ഒന്ന് വഴറ്റി എടുത്തുകൊണ്ട് മസാല ഇട്ട് ഒന്നുകൂടെ ഒന്ന് മസാല ചൂടാകുന്നവരൊന്ന് ചൂടാക്കി എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഉരുളക്കിഴങ്ങിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പരിപ്പും നമ്മുടെ തക്കാളിയും വഴുതനങ്ങയും എല്ലാം ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് നമ്മളൊന്ന് ചെറുതായി തിളപ്പിക്കാൻ വെച്ചേക്കാണ്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ആവശ്യത്തിന് ഉപ്പിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ പുളി എടുത്ത് വെച്ച് നമ്മൾ പുളിവെള്ളം ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പം ഏകദേശം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയാകാൻ പോവാണ്. ഇനി നമുക്ക് സാമ്പാർ പൊടിയോട് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, സാമ്പാർ പൊടിയായിട്ട് നമുക്ക് ഇടുന്ന സമയത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. തട്ടിക്കൂട്ട് സാമ്പാർ നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയേക്കുവാണ്. നമ്മളിപ്പോൾ ഇനി ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് കടുകൊന്ന് പൊട്ടിച്ചെടുക്കുക. അല്ലെങ്കിൽ സാമ്പാർ നമ്മളൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പൊടി ചൂടാക്കി നമ്മളൊന്ന് ഇതിനകത്താക്കും. ഇപ്പം നമ്മളിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. ആദ്യം വെളിച്ചെണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒന്ന് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം നമുക്ക്. ഇപ്പം നമ്മൾ ഒരു ചെറിയ ടീസ്പൂൺ കടുക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പൊട്ടി റെഡി ആവട്ടെ. കടുക് ഏകദേശം പൊട്ടി വരുന്നുണ്ട്. നമ്മൾ ഒരു പിടി ഉലുവ, ഒരു ചെറിയ ഇത്ര ഒരു ഉള്ളിയോടെ നമ്മൾ അതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വറ്റൽമുളക് നമ്മൾ 2 എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്തിട്ട് ഒന്ന് ഇതാക്കി എടുക്കുക. അപ്പം ഇതിൻ്റെ ഒപ്പം നമ്മൾ സാമ്പാർ പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇത്ര സാമ്പാർ പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു 2 വലിയ ടീസ്പൂൺ സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇപ്പം ചൂടാക്കി എടുക്കുകയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാൻ ഓർക്കേണ്ട കാര്യം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചൂടാക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇങ്ങനെ നമ്മൾ ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ പച്ചപ്പൊടി ഇടുന്നേക്കാൾ നല്ലത് പെട്ടെന്നൊന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം എന്ത് ചെയ്യാം, നമ്മൾ കുറച്ചുകൂടി ഉണ്ടായാലും അതോടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കരിയാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ എടുക്കണം കേട്ടോ. ഓക്കെ, ഒരു ചെറിയ മണമൊക്കെ മണം നല്ലപോലെ വന്നു തുടങ്ങി. അതായത് സാമ്പാർ പൊടി ചൂടായി വരുന്നതിൻ്റെയാണ്. നമ്മുടെ പൊടിയൊന്ന് മൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളതിലേക്ക് ഇച്ചിരി ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിക്കണ്ട, നമുക്ക് ചെറിയ ചൂടുവെള്ളം ആണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാർ പൊടിയും കടുകും വറ്റൽമുളകൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു ടച്ചിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കായപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ സാമ്പാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ പൊടിയൊക്കെ നമ്മൾ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. റെഡിയാക്കി വെച്ചിരുന്ന സാമ്പാറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ സാമ്പാർ പൊടിയും നമ്മൾ മൂപ്പിച്ച് വെച്ച കടുകും എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അരപ്പ് അങ്ങോട്ട് നമുക്ക് സാമ്പാറിലോട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു സാമ്പാർ നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഷ്ണങ്ങളോ വെണ്ടയ്ക്കോ മുരിങ്ങാക്കോലോ അങ്ങനെയുള്ള യാതൊരു കഷ്ണങ്ങളോ ഒന്നുമില്ല. നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കഷ്ണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അടിപൊളി സാമ്പാറും റെഡിയാക്കുന്നത്. പക്ഷേ ഈ ഒരു സാമ്പാറിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് അത് അനുഭവിച്ചറിയാൻ ഉണ്ടാക്കി അടിപൊളി സാമ്പാറാണ്. നമുക്ക് വേറെ ഒന്നും വേണ്ടി വരില്ല. ചോറിനും ഉണ്ടാകും, നല്ല ചൂടൻ ചോറും ഈ ഒരു സാമ്പാറും കൂട്ടി കഴിച്ചാൽ അത് തന്നെ മതിയാവും. അപ്പം എല്ലാവരും എന്തായാലും ഇങ്ങനെ പരീക്ഷ നോക്കുക, ഈ ഒരു രീതിയിൽ തന്നെ പരീക്ഷിച്ച് നോക്കുക. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മുടെ അടിപൊളി തട്ടിക്കൂട്ട് സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ തട്ടിക്കൂട്ട് എന്ന് പറയാൻ പ്രത്യേകിച്ച് കാരണമില്ല. നമ്മൾ പ്രത്യേകിച്ച് എന്താ പറയുക, സാമ്പാർ വേണ്ട കഷ്ണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ചേർത്തിട്ടില്ല. ആകെ നമ്മൾ ഉരുളക്കിഴങ്ങ്, നമ്മൾ ഇവിടുന്ന് പറിച്ച വഴുതനങ്ങ, തക്കാളി മാത്രമാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പേരിട്ടത്. പക്ഷെ നമ്മുടെ എന്തൊക്കെ കഷ്ണങ്ങൾ ഇട്ടാലും അതിനേക്കാളും വെല്ലുന്ന ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു സാമ്പാറിനുള്ളത്. എല്ലാവരും ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ എന്തെങ്ങനെയാണ് ചെയ്ത് ഈ ഒരു രീതിയിൽ തന്നെ പരീക്ഷിച്ച് നോക്കുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ കമന്റ് ആയിട്ട് ഇടാം. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിക്കുന്നു നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പിയായിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.